പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നത് ബുധൻ്റെ ഇടവം രാശിയിലേക്കുള്ള ചരവശാലുള്ള മാറ്റവും ഈ മാറ്റം മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ്. കേവലം 2 ആഴ്ച മാത്രമാണ് ഇടവൻ രാശിയിൽ ബുധൻ പ്രവേശിക്കുന്നത്, നിൽക്കുന്നത്. പക്ഷേ ഈ 2 ആഴ്ചക്കാലം ഒരു വ്യക്തിയുടെ വിഷയത്തിൽ ബുധൻ ചെലുത്തുന്ന സ്വാധീനം വളരെ കൂടുതലാണ്. എന്തെന്നാൽ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. നിങ്ങളറിയണം, ഗാംബ്ലിംഗ്, ലോട്ടറി അല്ലെങ്കിൽ മധ്യസ്ഥത, ഭൂമി ക്രയവിക്രയങ്ങൾ, ഏജൻറ്റ്, ഏത് ദൗത്യങ്ങളും നിർവഹിക്കുക, ഇതൊക്കെ ബുധൻ്റെ മാത്രം ധർമ്മമാണ് ജ്യോതിഷത്തിൽ. പലപ്പോഴും ഒരു വ്യക്തിക്ക് ലോട്ടറി അടിക്കുന്നുണ്ടെങ്കിൽ ആ ലോട്ടറിയുടെ സ്വാധീനം, ആ ലോട്ടറി ലഭിക്കുവാനുള്ള സ്വാധീനം ഉണ്ടാക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ. അതിനാലാണ് ബുധനെ നാം ഗാംബ്ലർ പ്ലാനറ്റ് എന്ന് പറയുന്നത്. അതിനാൽ കേവലം 14 ദിവസമാണെങ്കിലും ബുധൻ്റെ ഒരു രാശിയിലേക്കുള്ള വരവ് അതൊരു വരവാണ്. ഏതാനും ദിവസങ്ങൾ ബുധൻ മേടൻ രാശിയിലായിരുന്നു. ഞാൻ വിശദമായി ഓരോ രാശിക്കാരുടെയും വിഷയങ്ങളിതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ബുധൻ ഇവിടെ ശത്രുക്ഷേത്രത്തിലായിരുന്നു. എന്നാൽ ഇതാ ബുധൻ തൻ്റെ ഏറ്റവും അടുത്ത സുക്ഷേത്രമായ ശുക്രൻ്റെ ഇടവൻ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ആ ബുധൻ നമുക്കിതാ 2025 മെയ് 23 മുതൽ ജൂൺ 6 വരെയുള്ള 1200 ഇടവമാസം 9-ാം തീയതി മുതൽ ഇടവമാസം 23-ാം തീയതി വരെയുള്ള കേവലം 14 ദിനങ്ങൾ, 2 ആഴ്ച ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളെയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് വളരെ ശക്തമായ 10-ാം ഭാവത്തിലാണ്. കൂടാതെ ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യൻ കൊണ്ട് കൂടെ നിപുണയോഗം ചെയ്ത് നിൽക്കുന്നു. അതിനാൽ ഈ ബുധൻ 14 ദിവസക്കാലം കർമ്മമേഖലയിലായാലും ഉയർന്ന ജോലി, പദവി, പുതിയ പദവി ലഭിക്കൽ മുതലായ എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂലമാകുന്നു. ഇവിടെ 2 ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ. 11-ാം ഭാവം ലാഭാധിപത്യവുമുണ്ട്, ധനാധിപത്യവുമുണ്ട്. അതിനാൽ കുടുംബവുമായി ബന്ധപ്പെടുന്ന പ്രോസ്പിരിറ്റി ഈ സമയത്തുണ്ടാകാം. 2-ാം ഭാവം താൻ ഭരിക്കപ്പെടേണ്ടുന്ന വ്യക്തികളാകുന്നു, തൻ്റെ കുടുംബമാകുന്നു. ആ കുടുംബസിദ്ധി ഇവിടെ ഉണ്ടാകും. ലാഭമുണ്ടാകും, കർമ്മലാഭം, കർമ്മത്തിൽ പദവി, പൊസിഷൻ, ഇതൊക്കെ അനുഭവിക്കും. സധനഹ എന്നാണ് വരാഹമിഹിര ആചാര്യൻ ഫലം പറഞ്ഞിരിക്കുന്നത്. ധനത്തോടുകൂടി വ്യക്തിയാകുമെന്നാണ്. അപ്രകാരം ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നു, മിതം നോ സംവദേ നോ മിതം സംലഭേദ പ്രസാദേതരാപതി സൗരാജ്യവൃത്തി. നല്ല ഫലമാണ്. അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ധാരാളം ലഭിക്കും. അനുഗ്രഹിക്കാനും നിഗ്രഹിക്കുവാനും കഴിവുള്ള രാജാവിൻ്റെ അടുത്ത് തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ കഴിയും. അതിനാൽ പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാം ധനപരമായ വിഷയങ്ങളിൽ. ഈ 2 ആഴ്ച കാലം ചിങ്ങൻ രാശിക്കാർക്ക് ഷെയർ മാർക്കറ്റിംഗ്, ഗാംബ്ലിംഗ്, ലോട്ടറി വ്യാപാരങ്ങൾ, അപ്രകാരം തന്നെ പല പ്രധാന ദൗത്യങ്ങളുടെയും മിഡിൽ മാൻ, മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ കഴിയും. അങ്ങനെ തനിക്ക് ധാരാളം മധ്യസ്ഥതയിലൂടെ, ദൗത്യത്തിലൂടെ ധനം വരും ചിങ്ങൻ രാശിക്കാർക്ക്. അതിനായി ഉത്സാഹിക്കുക ചിങ്ങൻ രാശിക്കാർ. ബുധേ കർമ്മകേ പൂജനീയോ വിശേഷാത് പിതുസമ്പദോ നീതിദണ്ഡാധികാരാത്. 10-ൽ ബുധൻ വരുമ്പോൾ താൻ വിശേഷാൽ പൂജിക്കപ്പെടുന്നൊരവസ്ഥയുണ്ടാകും. അതിനാൽ തനിക്ക് അഭിമാനം പ്രകടിപ്പിക്കാം. കർമ്മമേഖലയിൽ തനിക്കൊരു പുതുവസന്തം കൈവരും. അതിനാൽ പലതിൻ്റെയും ആരംഭമാണ്. ചിങ്ങൻ രാശിക്കാർക്കിപ്പോൾ ചാരവശാൽ വ്യാഴം 11-ൽ നിൽക്കുന്നു. ആ 11-ലെ വ്യാഴം ഇതാ വളരെയധികം അനുകൂലമായി എന്ത് ചെയ്യുന്നു, മുന്നോട്ട് നീങ്ങുമ്പോൾ അതിന് ഒരു സപ്പോർട്ടായിക്കൊണ്ട് ഈ 10-ലെ ബുധൻ 2 ആഴ്ചക്കാലം അതിനു വേണ്ട എല്ലാ ഉത്തരവാദിത്വങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കും. ഈ വ്യാഴത്തിന് സൂര്യനും ബുധനും കൂടിയുടെ നിപുണ യോഗം അത്രയ്ക്കധികം ശക്തി പകരും ചിങ്ങൻ രാശിക്കാർക്ക്. ഇവിടെ 7-ാം ഭാവത്തിൽ രാഹു വന്നു. ഇത്രയും കാലം രാഹു അഷ്ടമത്തിലായിരുന്നു. അതിനാൽ ഇതൊക്കെ തന്നെ ചിങ്ങൻ രാശിക്കാർക്ക് നന്മകളെ പ്രദാനം ചെയ്യുന്ന
രണ്ടാഴ്ചക്കാലമാണ്. ഉത്സാഹിക്കുക. ഇവിടെ കർമ്മം ചെയ്യണം. ധർമ്മദൈവ സങ്കേതത്തിൽ എല്ലാ വഴിപാടുകളും ചെയ്യുക. പിതൃസമ്പദ പൂർവികമായി അച്ഛൻ്റെ സ്വത്ത് ലഭിക്കാൻ ധാരാളം അവസരം വരുന്നുണ്ട്. അതിനാൽ പൂർവികമായ സ്വത്തിൻ്റെ തീരുമാനത്തിൽ വീട് പാർട്ടിഷൻ, ബുധൻ രേഖാകാരകനാണ്. തൻ്റെ ഭൂമിയുടെ പാർട്ടിഷൻ രേഖ പ്രായമുള്ളവർ തൻ്റെ മക്കൾക്ക് വിഭജിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ മക്കൾക്ക് അച്ഛൻ്റെ സ്വത്ത് ലഭിക്കുന്ന സമയമാണ്. അതിനുവേണ്ടി ഉത്സാഹിക്കുക. രേഖാകാരകനായ ബുധൻ ശക്തനാണ്. എല്ലാം അനുകൂലമായി വരട്ടെ. നീതിദണ്ഡാധികാര, നീതിയും ശിക്ഷയും നീതിയും ദണ്ഡവും നടപ്പിലാക്കുവാനുള്ള അവസരം, അധികാരം വരും. ഏത് വ്യക്തിക്കും ചിങ്ങൻ രാശിക്കാർക്ക് തൻ്റെ ഒരു പദവി സുരക്ഷിതമാക്കാനുള്ള, ഒരു ഹയർ പ്രമോഷന് മുന്നോട്ട് കുതിക്കുവാനുള്ള ഒരു ശക്തി പ്രദാനം ചെയ്യുന്നു ഈ ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം.